ശാന്തി 5-12-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പതീത ലോകം ഒരു പഴയ ഗ്രാമമാണ്. ഇത് നിങ്ങൾക്ക് വസിക്കുവാൻ യോഗ്യമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ പാവന ലോകത്തിലേക്ക് പോകണം. ചോദ്യം: ബാബ തൻ്റെ കുട്ടികളുടെ ഉന്നതിക്കുള്ള ഏതൊരു യുക്തിയാണ് പറഞ്ഞു തരുന്നത്? ഉത്തരം: കുട്ടികളെ, നിങ്ങൾ ആജ്ഞാകാരിയായി ബാബ് ദാദയുടെ മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ബാബ് ദാദ രണ്ടുപേരും ഒരുമിച്ചാണ്. അതിനാൽ ഇദ്ദേഹം പറയുന്നതിലൂടെ എന്തെങ്കിലും നഷ്ടമുണ്ടാവുകയാണ് എങ്കിൽ തന്നെ റെസ്പോൺസിബിൾ ബാബയാണ്. എല്ലാം ശരിയാക്കും. നിങ്ങൾ തൻ്റെ മതം ഉപയോഗിക്കരുത്. ശിവ് ബാബയുടെ മതമാണ് എന്ന് മനസ്സിലാക്കി നടന്നുകൊണ്ടിരിക്കൂ. എങ്കിൽ വളരെയധികം ഉന്നതി ഉണ്ടാകും. ഓം ശാന്തി. ആദ്യം മുഖ്യമായ കാര്യം ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയത്തോടെ ഇരിക്കൂ. ബാബയെ ഓർമ്മിക്കുകയും ചെയ്യൂ. എങ്കിൽ നിങ്ങളുടെ എല്ലാ ദുഃഖവും ദൂരെയാകും. ലോകത്തുള്ളവർ ആശീർവദിക്കാറുണ്ടല്ലോ. ഈ ബാബയും പറയുന്നു, കുട്ടികളെ, നിങ്ങളുടെ സർവ ദുഃഖവും ദൂരെയാകും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുക മാത്രം ചെയ്യൂ. ഇതാണെങ്കിൽ അതിസഹജമാണ്. ഇതാണ് ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം. പ്രാചീനം എന്നതിനും സമയം വേണമല്ലോ. ലോങ് എന്ന് പറഞ്ഞാലും എത്രയാണ്? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, പൂർണ്ണമായും 5000 വർഷം മുമ്പും ഈ രാജയോഗം പഠിപ്പിച്ചിരുന്നു. ഇത് ബാബയ്ക്കല്ലാതെ ആർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. കുട്ടികൾക്കല്ലാതെ ആർക്കും മനസ്സിലാക്കുവാനും സാധിക്കില്ല. ആത്മാക്കളായ കുട്ടികളും പരമാത്മാവാകുന്ന പിതാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് മഹിമയുമുണ്ട്. ബാബ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ പടികൾ ഇറങ്ങി പതീതമായിരിക്കുന്നു. ഇപ്പോൾ സ്മൃതി വന്നു. എല്ലാവരും നിലവിളിക്കുന്നു, ഹേ പതീത പാവന എന്ന്. കലിയുഗത്തിൽ പതീതരാണ് ഉണ്ടായിരിക്കുന്നത്. സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നത് പാവനമായവരാണ്. അത് പാവന ലോകം തന്നെയാണ്. ഈ പഴയ പതീത ലോകത്തിൽ വസിക്കാൻ യോഗ്യമല്ല. എന്നാൽ മായയുടെയും പ്രഭാവം കുറവൊന്നുമല്ല. ഇവിടെ നോക്കൂ, 100ഉം 125ഉം നിലകളുള്ള വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ മായയുടെ പുറംമോടി എന്ന് പറയുന്നു. മായയുടെ ശോഭ ഇങ്ങനെയാണ്. സ്വർഗത്തിലേക്ക് പോരൂ എന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് ഇവിടെ തന്നെയാണ് സ്വർഗം എന്ന് പറയുന്നു. ഇതിനെയാണ് മായയുടെ ശോഭ എന്ന് പറയുന്നത്. എന്നാൽ കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇത് പഴയ ഗ്രാമമാണ്. ഇതിനെ നരകം എന്ന് പറയുന്നു. പഴയ ലോകം തന്നെയാണ് രൗരവ നരകം. സത്യയുഗത്തിൽ പറയുന്നത് തന്നെ സ്വർഗം എന്നാണ്. ഈ വാക്കുണ്ടല്ലോ, ഇതിനെ വിഷ്യസ് വേൾഡ്, അതായത് വികാരി ലോകം എന്ന് സർവരും പറയും. വൈസ്ലെസ് വേൾഡ്, അതായത് നിർവികാരി ലോകം ഈ സ്വർഗമായിരുന്നു. സ്വർഗത്തെ പറയുന്നത് വൈസ്ലെസ് വേൾഡ് എന്നും നരകത്തെ വിഷ്യസ് വേൾഡ് എന്നും പറയുന്നു. ഇത്രയും സഹജമായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആരുടെയും ബുദ്ധിയിൽ വരാത്തത്? മനുഷ്യർ എത്ര ദുഃഖിതരാണ്. എത്ര അടിയും വഴക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദിനം പ്രതിദിനം ബോംബുകളും മറ്റും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് പതിക്കുമ്പോൾ മനുഷ്യർ ഇല്ലാതാവുകയും ചെയ്യും. എന്നാൽ തുച്ഛബുദ്ധിയായ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.
എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഈ കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ ആർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. പുതിയ ലോകത്തിന്റെ സ്ഥാപനയും ഗുപ്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങളെ പറയുന്നത് തന്നെ ഗുപ്ത വാരിയേഴ്സ് എന്നാണ്. നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ യുദ്ധം തന്നെ 5 വികാരങ്ങളോടാണ്. സർവരോടും പറയുന്നു, പവിത്രമാകൂ. ഒരു ബാബയുടെ കുട്ടികളാണല്ലോ. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ എല്ലാവരും സഹോദരി സഹോദരന്മാരായല്ലോ. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനും വളരെയധികം യുക്തികൾ ആവശ്യമാണ്. പ്രജാപിത ബ്രഹ്മാവിന് അനേകം കുട്ടികളുണ്ട്, ഒന്നല്ല. പേര് തന്നെ പ്രജാപിത എന്നാണ്. ലൗകിക പിതാവിനെ ഒരിക്കലും പ്രജാപിത എന്ന് പറയില്ല. പ്രജാപിത ബ്രഹ്മാവായിരിക്കുമ്പോൾ ആ ഒന്നിന്റെ കുട്ടികൾ എല്ലാവരും പരസ്പരം സഹോദരി സഹോദരനാണ്. ബ്രഹ്മകുമാർ കുമാരിമാരാണ്. എന്നാൽ മനസ്സിലാക്കുന്നില്ല. കല്ല് ബുദ്ധി പോലെയാണ്. മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് പോലുമില്ല. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ സഹോദരി സഹോദരന്മാരായി വികാരത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. നിങ്ങളുടെ ബോർഡിലും പ്രജാപിത എന്ന വാക്ക് വളരെ ആവശ്യമാണ്. ഈ വാക്ക് തീർച്ചയായും ചേർക്കണം. ബ്രഹ്മാവെന്ന് മാത്രം എഴുതുന്നതിലൂടെ ഇത്രയും പ്രഭാവമുണ്ടാകുന്നില്ല. ബോർഡിലും കറക്റ്റായ വാക്ക് എഴുതി നേരെയാക്കണം. ഇതാണ് വളരെ ആവശ്യമുള്ള വാക്ക്. ബ്രഹ്മാവ് എന്ന നാമം ഫീമെയിലിനുമുണ്ട്. പേരുകൾ തന്നെ തീർന്നുപോയി. അപ്പോൾ മെയിലിന്റെ പേര് ഫീമെയിലിന് വയ്ക്കുന്നു. ഇത്രയും പേരുകൾ എവിടെ നിന്നും കൊണ്ടുവരാനാണ്? എല്ലാം ഡ്രാമ പ്ലാൻ അനുസരിച്ച് തന്നെയാണ്. ബാബയുടെ വിശ്വസ്തരും ആജ്ഞാകാരിയുമാകുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ബാബയും ദാദയും 2 പേരും ഒരുമിച്ചാണല്ലോ. ഇത് ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതിനാൽ ശിവബാബ പറയുന്നു, എൻ്റെ ആജ്ഞയെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. തലകീഴായി പറഞ്ഞുവെങ്കിലോ നേരെയാണെങ്കിലോ നിങ്ങൾ മനസ്സിലാക്കൂ, ശിവബാബയാണ് പറയുന്നത്. അപ്പോൾ റെസ്പോൺസിബിൾ ആ ഒന്നാകും. ഇദ്ദേഹം പറയുന്നതിലൂടെ അല്പം നഷ്ടമുണ്ടായി എങ്കിൽ പോലും റെസ്പോൺസിബിൾ ആ ഒന്നാകുന്നത് കാരണം അതെല്ലാം ശരിയാക്കി മാറ്റും. ശിവബാബയുടേതാണ് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കൂ. എങ്കിൽ നിങ്ങളുടെ വളരെയധികം ഉന്നതിയുണ്ടാകും. എന്നാൽ മനസ്സിലാക്കുക പ്രയാസമാണ്. ചിലർ പിന്നെ സ്വന്തം മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ എത്ര ദൂരെ നിന്നാണ് വരുന്നത്? കുട്ടികൾക്ക് ഡയറക്ഷൻ നൽകാനും മനസ്സിലാക്കിച്ചു തരാനും. മറ്റാരുടെയും പക്കൽ ഈ സുപ്രീം നോളജ് ഇല്ല. മനുഷ്യർ മനസ്സിലാക്കുവാനായി എന്തെഴുതട്ടെ എന്ന് മുഴുവൻ ദിവസവും ചിന്ത നടക്കണം. മനുഷ്യരുടെ ദൃഷ്ടി പതിയും വിധത്തിൽ ഇങ്ങനെയെല്ലാം നേരിട്ടുള്ള വാക്കുകൾ എഴുതേണ്ടതാണ്. ഏതെങ്കിലും ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരാത്ത വിധത്തിൽ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. പറയൂ, ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ എല്ലാ ദുഃഖവും ദൂരെയാകും. ആരാണോ നല്ല രീതിയിൽ ഓർമ്മയിലിരിക്കുന്നത് അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. ഇതാകട്ടെ സെക്കൻഡിന്റെ കാര്യമാണ്. മുഖ്യമായി മനുഷ്യർ എന്തെല്ലാമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ യാതൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കൂടുതൽ ചോദിക്കാതിരിക്കൂ എന്ന് പറയൂ. ആദ്യം ഒരു കാര്യത്തിന്റെ നിശ്ചയം വരുത്തൂ. ചോദ്യങ്ങളുടെ കൂടുതൽ കാട്ടിൽ പെട്ടുപോകും. പിന്നെ പുറത്തിറങ്ങാനുള്ള വഴി ലഭിക്കുകയില്ല. ഏതുപോലെ മഞ്ഞുണ്ടായിരിക്കുമ്പോൾ മനുഷ്യർ കുഴങ്ങിപ്പോകാറില്ലേ? പിന്നെ പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഇതും അങ്ങനെ തന്നെയാണ്. മനുഷ്യർ എവിടേക്കോ മായയുടെ നേർക്ക് ഇറങ്ങിപ്പോകുന്നു. അതിനാൽ ആദ്യം എല്ലാവർക്കും ഒരേ ഒരു കാര്യം പറഞ്ഞു കൊടുക്കൂ.
ആത്മാവായ നിങ്ങൾ അവിനാശിയാണ്. ബാബയും അവിനാശിയാണ്, പതീത പാവനാണ്. നിങ്ങൾ പതീതമാണ്. ഇപ്പോൾ ഒന്നുകിൽ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ പുതിയ ലോകത്തിലേക്ക്. പഴയ ലോകത്തിൽ അവസാനം വരെയും വന്നുകൊണ്ടേയിരിക്കും. ആരാണോ പൂർണ്ണമായും പഠിക്കാത്തത് അവർ തീർച്ചയായും പിന്നാലെയായിരിക്കും വരിക. എത്ര കണക്കുണ്ട്! ആദ്യം ആര് വരും എന്ന് പഠനത്തിലൂടെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. സ്കൂളിലും ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുക്കുന്നുവല്ലോ, ഓടിപ്പോയി കൈ തൊട്ട ശേഷം വരൂ എന്ന്. ആദ്യ നമ്പർ നേടുന്നവർക്ക് സമ്മാനം ലഭിക്കുന്നു. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. പരിധിയില്ലാത്ത സമ്മാനം ലഭിക്കുന്നു. ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. സർവഗുണ സമ്പന്നം ഇവിടെയാകണം. അതിനാൽ ബാബ പറയുന്നു, ചാർട്ട് വയ്ക്കൂ. ഓർമ്മയുടെ യാത്രയുടെയും ചാർട്ട് വയ്ക്കൂ. അപ്പോൾ അറിയാൻ കഴിയും നമ്മൾ നേട്ടത്തിലാണോ അതോ നഷ്ടത്തിലാണോ എന്ന്. പക്ഷേ കുട്ടികൾ വയ്ക്കുന്നില്ല. ബാബ പറയുന്നു, പക്ഷേ കുട്ടികൾ വയ്ക്കുന്നില്ല. വളരെ കുറച്ചു പേരാണ് വയ്ക്കുന്നത്. അതിനാൽ മാലയും എത്ര കുറച്ചു പേരുടേതാണുള്ളത്? 8 പേർ സ്കോളർഷിപ്പ് നേടും. പിന്നെ 108 പേർ പ്ലസിൽ ഇരിക്കുന്നുവല്ലോ. പ്ലസിൽ ആരാണ് പോകുന്നത്? ചക്രവർത്തിയും റാണിയും. വളരെ കുറച്ച് വ്യത്യാസമുണ്ടായിരിക്കുന്നു. അപ്പോൾ ബാബ പറയുന്നു, ആദ്യം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് ഓർമ്മയുടെ യാത്ര. ബാബയുടെ ഈ ഒരു സന്ദേശം നൽകണം. ചിലച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മൻമനാഭവ. ദേഹത്തിൻ്റെ സർവസംബന്ധവും ഉപേക്ഷിച്ച് പഴയ ലോകത്തിൽ ബുദ്ധി കൊണ്ട് എല്ലാത്തിൻ്റെയും ത്യാഗം ചെയ്യണം. കാരണം ഇപ്പോൾ തിരിച്ചു പോകേണ്ടതുണ്ട്, അശരീരി ആകേണ്ടതുണ്ട്. ഇവിടെ ബാബ ഓർമ്മ വരുത്തുന്നു. പിന്നെ മുഴുവൻ ദിവസത്തിലും തീർത്തും ഓർമ്മിക്കുന്നതേയില്ല. ശ്രീമത്തനുസരിച്ചും നടക്കുന്നില്ല, ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ബാബ പറയുന്നു, പുതിയ ലോകത്തിലേക്ക് പോകണമെങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകണം. ബാബ നമുക്ക് രാജ്യഭാഗ്യം നൽകി. നമ്മൾ പിന്നെ ഇങ്ങനെ പാഴാക്കി. 84 ജന്മങ്ങളെടുത്തു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമില്ല. വളരെയധികം കുട്ടികൾ അൽഫിനെ, അതായത് ബാബയെ അറിയാത്തത് കാരണം കേവലം വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ആദ്യം എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ പാപം മുറിയും. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. അപ്പോൾ ദേവതയായി മാറും. മറ്റൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അൽഫിനെ മനസ്സിലാക്കാതെ, അതായത് ബാബയെ മനസ്സിലാക്കാതെ ബേയിനെ കുറിച്ച്, അതായത് പ്രാപ്തിയെക്കുറിച്ച് ചിലച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ സ്വയവും കുഴങ്ങിപ്പോകുന്നു. പിന്നെ മടുപ്പുമുണ്ടാകുന്നു. ബാബ പറയുന്നു, ആദ്യം അൽഫിനെ അറിയുന്നതിലൂടെ സർവ്വതും അറിയും. എന്നിലൂടെ, എന്നെ അറിയുന്നതിലൂടെ നിങ്ങൾ എല്ലാം അറിയും. ബാക്കി അറിയുവാനായി ഒന്നും അവശേഷിക്കുകയില്ല. അതിനാൽ 7 ദിവസം വയ്ക്കുന്നു. 7 ദിവസത്തിൽ വളരെയധികം മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ നമ്പർ വാറായി മനസ്സിലാക്കുന്നവരാണ്. ചിലരാണെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. അവർ രാജാവും റാണിയുമാകുമോ? ഒരാളുടെ മേൽ രാജ്യം ഭരിക്കുമോ? ഓരോരുത്തർക്കും തൻ്റെ പ്രജയെ തയ്യാറാക്കേണ്ടതുണ്ട്. ടൈം വളരെയധികം വേസ്റ്റ് ചെയ്യുന്നു. ബാബ പറയുന്നു, പാവങ്ങളാണ്. എത്ര തന്നെ വലിയ വലിയ പദവി ഉള്ളവരായാലും ബാബയ്ക്കറിയാം ഇതെല്ലാം മണ്ണിനോട് ചേരാൻ പോകുന്നവയാണ്. ബാക്കി അല്പം സമയമാണുള്ളത്. വിനാശകാലെ വിപരീത ബുദ്ധിയായവരുടെ വിനാശമുണ്ടാകണം. ആത്മാക്കളായ നമ്മുടേത് എത്ര പ്രീതബുദ്ധിയാണ്. അവർക്കാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ചിലർ പറയുന്നു 1-2 മണിക്കൂറാണ് ഓർമ്മയുണ്ടായിരിക്കുന്നത്. ലൗകിക അച്ഛനോട് നിങ്ങൾ 1-2 മണിക്കൂറാണോ പ്രീതി വയ്ക്കുന്നത്?
മുഴുവൻ ദിവസവും ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ. ഇവിടെയാണെങ്കിൽ ബാബ ബാബ എന്ന് പറയുന്നു, പക്ഷേ ആഴത്തിലുള്ള പ്രീതിയില്ല. വീണ്ടും വീണ്ടും പറയുന്നു, ശിവ് ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. സത്യം സത്യമായി ഓർമ്മിക്കണം. കൗശലം നടക്കുക സാധ്യമല്ല. വളരെ പേരുണ്ട്, അവർ പറയുന്നു നമ്മൾ ശിവ് ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നു. പിന്നെ അവർ പറക്കുവാൻ തുടങ്ങണം. ബാബ, നമ്മൾ പോവുകയാണ് സർവീസ് ചെയ്ത് വളരെ പേരുടെ മംഗളം ചെയ്യുന്നതിന് വേണ്ടി എന്ന്. എത്രത്തോളം വളരെ പേർക്ക് സന്ദേശം നൽകുമോ അത്രയും ഓർമ്മയിലിരിക്കും. വളരെയധികം പെൺകുട്ടികൾ ബന്ധനമുണ്ട് എന്ന് പറയുന്നു. ബന്ധനമാണെങ്കിൽ മുഴുവൻ ലോകത്തിനുമുണ്ട്. ബന്ധനത്തെ യുക്തിയോടുകൂടി മുറിക്കണം. യുക്തികൾ ധാരാളമുണ്ട്. നാളെ മരിച്ചു പോവുകയാണ് എന്ന് വിചാരിക്കൂ. പിന്നെ കുട്ടികളെ ആര് സംരക്ഷിക്കും? തീർച്ചയായും ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കുന്നവർ വരും. അജ്ഞാനകാലത്തിലും രണ്ടാമതൊരു വിവാഹം ചെയ്യുന്നുവല്ലോ. ഈ സമയത്താണെങ്കിൽ വിവാഹവും കുഴപ്പം പിടിച്ചതാണ്. ആർക്കെങ്കിലും അല്പം പൈസ നൽകിയിട്ട് പറയൂ, കുട്ടികളെ സംരക്ഷിക്കൂ എന്ന്. ഇത് നിങ്ങളുടെ മർജീവ ജന്മമാണല്ലോ. ജീവിച്ചിരിക്കെ മരിച്ചു കഴിഞ്ഞു, പിന്നെ ആര് നോക്കും? അപ്പോൾ തീർച്ചയായും നഴ്സിനെ വെക്കേണ്ടി വരും. പൈസ കൊണ്ട് എന്താണ് നടക്കാത്തത്? ബന്ധനമുക്തം തീർച്ചയായും ആകണം. സർവീസിന്റെ താല്പര്യമുള്ളവർ സ്വയമേ ഓടിപ്പോകും. ലോകത്തിൽ നിന്നും മരിച്ചു കഴിഞ്ഞുവല്ലോ. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, ബന്ധുമിത്രാദികളെയും മറ്റും ഉദ്ധരിക്കൂ. എല്ലാവർക്കും മന്മനാഭവയുടെ സന്ദേശം നൽകണം. അപ്പോൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറട്ടെ. ഇത് ബാബ തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവർ മുകളിൽ നിന്നും വരുന്നു. അവരുടെ പ്രജകളും അവർക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ഏതുപോലെ ക്രൈസ്റ്റ് സർവരെയും താഴേക്ക് കൊണ്ടുവരുന്നു. താഴെ പാർട്ട് അഭിനയിച്ച് എപ്പോഴാണോ അശാന്തമാകുന്നത് അപ്പോൾ പറയുന്നു, നമുക്ക് ശാന്തി വേണം. ശാന്തിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ പ്രിസെപ്റ്ററിന് പിന്നാലെ വരേണ്ടി വരുന്നു. പിന്നെ പറയുന്നു, ഹേ പതീത പാവന വരൂ. എങ്ങനെയുള്ള കളിയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അവർ അന്തിമത്തിൽ വന്ന് ലക്ഷ്യമെടുക്കും. കുട്ടികൾ സാക്ഷാത്കാരം കണ്ടിട്ടുണ്ട്. മന്മനാഭവയുടെ ലക്ഷ്യം വന്ന് എടുക്കും. ഇപ്പോൾ നിങ്ങൾ ബെഗർ ടു പ്രിൻസ് ആകുന്നു. ഈ സമയത്ത് ആരാണോ ധനികർ അവർ ബെഗറാകും. വണ്ടറാണല്ലോ. ഈ കളിയെ അല്പം പോലും ആരും അറിയുന്നില്ല. മുഴുവൻ രാജധാനിയും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ചിലർ ദരിദ്രവുമാകുമല്ലോ. ഇത് വളരെയധികം ദീർഘദർശി ബുദ്ധിയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അവസാനം എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ആകുന്നത് എന്ന്. നിങ്ങൾ പഠിക്കുന്നത് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. ഇപ്പോൾ സംഗമമാണ്. പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ ദേവതാ കുലത്തിൽ വരും. ഇപ്പോൾ ബ്രാഹ്മണ കുലത്തിലാണ്. ഈ കാര്യങ്ങൾ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. അല്പം പോലും ആരുടെയും ബുദ്ധിയിലിരിക്കുന്നില്ല. നിരാകാരനായ ഭഗവാൻ തീർച്ചയായും വരുമല്ലോ. ഈ ഡ്രാമ വളരെ വണ്ടർഫുള്ളായി തയ്യാറാക്കപ്പെട്ടതാണ്. അതിനെ നിങ്ങൾ അറിയുന്നു, പാർട്ട് അഭിനയിച്ചു കൊണ്ടും ഇരിക്കുന്നു. ത്രിമൂർത്തിയുടെ ചിത്രത്തിലും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. ബ്രഹ്മാവിലൂടെ സ്ഥാപന. വിനാശമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുക തന്നെ വേണം. കേവലം പേര് വച്ചിരിക്കുന്നു. ഇങ്ങനെയും ഡ്രാമ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യമായ കാര്യമാണ് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ തുരുമ്പ് മാറട്ടെ. സ്കൂളിൽ എത്ര നല്ല രീതിയിൽ പഠിക്കുമോ വളരെയധികം വരുമാനമുണ്ടാകും. നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് ഹെൽത്ത് വെൽത്ത് ലഭിക്കുന്നു. കുറഞ്ഞ കാര്യമാണോ? ഇവിടെ വെൽത്ത് ഉണ്ട്, പക്ഷെ പുത്രന്മാർക്കും പൗത്രർക്കും അനുഭവിക്കാൻ സാധിക്കും വിധത്തിൽ സമയമില്ല.
ബാബ സർവ്വതും ഈ സേവനത്തിൽ വിനിയോഗിച്ചു. അപ്പോൾ എത്ര ശേഖരണമുണ്ടായി? സർവരുടെയും ശേഖരണം ഉണ്ടാകുന്നില്ല. ഇത്രയും ലക്ഷവധികളുണ്ട്, പൈസ ഉപയോഗത്തിൽ വരില്ല. പിന്നീട് കൊടുക്കേണ്ടി വരുവാനായി ബാബ വാങ്ങുന്നതേയില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബന്ധനം മുറിക്കുന്നതിനുള്ള യുക്തി രചിക്കണം. ബാബയോട് ആഴത്തിലുള്ള പ്രീതി വയ്ക്കണം. ബാബയുടെ സന്ദേശം സർവർക്കും നൽകി സർവരുടെയും മംഗളം ചെയ്യണം. ദീർഘദർശി ബുദ്ധിയിലൂടെ ഈ പരിധിയില്ലാത്ത കളിയെ മനസ്സിലാക്കണം. ബെഗർ ടു പ്രിൻസ് ആകാനുള്ള പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. ഓർമ്മയുടെ സത്യമായ ചാർട്ട് വയ്ക്കണം. വരദാനം: സങ്കല്പമാകുന്ന ബീജത്തെ മംഗളത്തിൻ്റെ ശുഭഭാവനയിലൂടെ നിറഞ്ഞതാക്കി വയ്ക്കുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ മുഴുവൻ വൃക്ഷത്തിൻ്റെയും സാരം ബീജമാണ്, അതേപോലെ സങ്കല്പമാകുന്ന ബീജം ഓരോ ആത്മാവിനെ പ്രതിയും പ്രകൃതിയെ പ്രതിയും ശുഭഭാവന ഉള്ളതാകണം. സർവരെയും ബാബയ്ക്ക് സമാനം ആക്കുന്നതിൻ്റെ ഭാവന, നിർബലരെ ബലവാൻ ആക്കുന്നതിൻ്റെ, ദുഃഖിയും അശാന്തവുമായ ആത്മാവിനെ സദാ സുഖിയും ശാന്തവും ആക്കുന്നതിൻ്റെ ഭാവനയുടെ രസവും സാരവും ഓരോ സങ്കല്പത്തിലും നിറഞ്ഞിട്ടുണ്ടാകണം. ഏതൊരു സങ്കല്പമാകുന്ന ബീജവും ഈ സാരമില്ലാത്തതാകരുത്, അതായത് വ്യർത്ഥം ആകരുത്. മംഗളത്തിൻ്റെ ഭാവനയാൽ സമർത്ഥമാകണം. അപ്പോൾ ബാബയ്ക്ക് സമ്മാനം വിശ്വമംഗളകാരിയായ ആത്മാവ് എന്ന് പറയും. സ്ലോഗൻ: മായയുടെ കുഴപ്പങ്ങളെ ഭയപ്പെടുന്നതിന് പകരം പരമാത്മാവുമായുള്ള മേളയുടെ ആഹ്ലാദം ആഘോഷിച്ചുകൊണ്ടിരിക്കൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. കർമാതീതം ആകുന്നതിനായി അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ശരീരത്തിൻ്റെ ബന്ധനം, കർമ്മത്തിൻ്റെ ബന്ധനം, വ്യക്തികളുടെ ബന്ധനം, വൈഭവങ്ങളുടെ ബന്ധനം, സ്വഭാവ സംസ്കാരങ്ങളുടെ ബന്ധനം, ഏതൊരു ബന്ധനവും തൻ്റെ നേർക്ക് ആകർഷിക്കരുത്. ഈ ബന്ധനം തന്നെയാണ് ആത്മാവിനെ ടൈറ്റാക്കുന്നത്. ഇതിനു വേണ്ടി സദാ നിർലിപ്തം, അതായത് വേറിട്ടതും അതിപ്രിയപ്പെട്ടതും ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഓം ശാന്തി. ഞാൻ ആത്മസ്മൃതിയുടെ തിലകധാരിയായി ആത്മസ്വരൂപ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശബ്ദത്തിനുപരി ശാന്ത സ്വരൂപ അവസ്ഥ എനിക്ക് പ്രാപ്തമാകുന്നു. സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടാകും. ഇപ്പോൾ ഞാൻ പരമാത്മാ സ്മൃതിയുടെ തിലകം അണിയുകയാണ്. പരമധാമത്തിലെ പരമജ്യോതിയായി ബാബയുടെ സ്മൃതി സ്വരൂപമാകുന്നു.
എൻ്റെ അനാദി സ്വീറ്റ് സൈലൻസ് സ്വരൂപസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബയുടെ സ്മൃതിയിൽ ഏകാഗ്രമാകുമ്പോൾ എന്നിൽ ശക്തികൾ ഉണർന്നു വരുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വിശേഷ ശക്തികൾ എന്നെ പരമാർത്ഥ മാർഗത്തിൽ വിഘ്നവിനാശകനാക്കി മാറ്റും. ഈ സൈലൻസിൻ്റെ ശക്തിയുടെ ആധാരത്തിൽ എനിക്ക് വിപരീത സാഹചര്യങ്ങളിൽ നിന്നും വേറിട്ടും ഒരു ബാബയ്ക്ക് പ്രിയപ്പെട്ടും ഇരിക്കുവാൻ സാധിക്കും. ഈ സ്വീറ്റ് സൈലൻസ് സ്വരൂപ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വിശേഷ ആത്മാവായ ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ വിശ്വമാകെ വ്യാപിക്കുന്നു.